എല്ലാവർക്കും നമസ്കാരം. 15 വർഷത്തിന് ശേഷം കൊല്ലത്തേക്ക് വന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവം വളരെ വിജയകരമായി സമാപിച്ചിരിക്കുന്നു. അതിൻ്റെ സംഘാടകരും അതുപോലെ തന്നെ കമ്മിറ്റി മെമ്പേഴ്സും കൊല്ലത്തെ ജനങ്ങളും ഒരുപോലെ സഹകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്ര വിജയകരമായി ഈ കലോത്സവം സമാപിക്കാൻ സാധിച്ചത്. പല ദിവസവും കലോത്സവ വേദി സന്ദർശിച്ച ഒരു മീഡിയ പേഴ്സൺ എന്ന നിലയിൽ ഞാൻ കണ്ടിടത്തോളം ഈ മത്സരം ഒരു പണക്കൊഴുപ്പിൻ്റെ മത്സരം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ലളിതഗാനം, പദ്യപാരായണം, പ്രസംഗ മത്സരം തുടങ്ങിയ ഇനങ്ങളിലൊക്കെ മത്സരിക്കുന്നതിന് അവരവരുടെ കഴിവുകൾ മാത്രം മതി. സാമ്പത്തികമായി ഒന്നുമില്ലെങ്കിലും അവരവരുടെ കഴിവുകൾ അനുസരിച്ച് നമുക്ക് അങ്ങനെയുള്ള മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുകയും അവരുടെ പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുകയും വിജയികളാവുകയും ചെയ്യാം. നേരെ മറിച്ച് പണക്കൊഴുപ്പിൻ്റെ മത്സരങ്ങളായ പല നൃത്തങ്ങളും, സിംഗിൾ ഡാൻസ് ആയാലും ഗ്രൂപ്പ് ഡാൻസുകളായാലും ധാരാളം പണം ചിലവാക്കിയാണ് കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നത്. അതിൽ പരിശീലിക്കുന്നതിനായാലും അതിൻ്റെ അരങ്ങേറ്റത്തിനായാലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന അതിന് കോസ്റ്റ്യൂമുകളായാലും പതിനായിരങ്ങളും ലക്ഷങ്ങളും ചിലവിട്ടാണ് പല കുട്ടികളും കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. പലരോട് സംസാരിച്ചതിൽ നിന്നും മിക്കവാറും കുട്ടികൾ പതിനായിരങ്ങളും ലക്ഷങ്ങളും മുടക്കി ഈ ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങി ാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തതെന്ന് പലരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സാധാരണക്കാരായ അല്ലെങ്കിൽ പാവപ്പെട്ടവരായ കുട്ടികൾക്ക് പലർക്കും ഈ ഒരു മത്സര ഇനങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ട് എന്ന് കരുതണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് കൂടി ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഒരുക്കേണ്ടത് നമ്മുടെ സർക്കാരുകളും അതുപോലെ സ്പോൺസേഴ്സുമാണ്. എല്ലാ വർഷങ്ങളിലും നമുക്ക് കലോത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എത്ര കുട്ടികൾ ഇതുപോലെയുള്ള മത്സരങ്ങളിൽ അവർ കൂടി പങ്കെടുത്തു എന്ന് ഉറപ്പുവരുത്തേണ്ടത് പ്രാഥമികമായും നമ്മുടെ സർക്കാരിൻ്റെ കടമ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ പങ്കെടുപ്പിക്കാൻ സർക്കാരുകൾ വേണ്ടുന്ന ധനസഹായം, ഗ്രാൻറ്റുകളോ മറ്റുമൊക്കെ അനുവദിക്കുകയോ അല്ലെങ്കിൽ ഇതിന് സഹായിക്കാൻ തയ്യാറാവുന്ന സ്പോൺസേഴ്സിനെ കണ്ടെത്തി അവർക്ക് കൂടി ഇങ്ങനെയുള്ള വസ്ത്രങ്ങളും കോസ്റ്റ്യൂമുകളും ഒക്കെ കണ്ടെത്തി അവരെ കൂടി ഇതിൽ പങ്കെടുപ്പിക്കാനുള്ള ഒരു നടപടി, ഒരു കരുതൽ വരും വർഷങ്ങളിലെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ കുട്ടികൾ വളരെ കലാപ്രതിഭകളായ പല കുട്ടികൾക്കും ഈ അവസരം മിസ്സായിട്ടുണ്ട്. അവർ കൂടി ഇതിനകത്തോട്ട് വന്നാൽ ഇപ്പോൾ കാഴ്ചവെക്കുന്ന കുട്ടികളിൽ നിന്നും തിളങ്ങുന്ന വിജയങ്ങൾ കാഴ്ചവെക്കാൻ ഈ കുട്ടികൾക്ക് ചിലപ്പോൾ സാധിക്കുമായിരിക്കും. അവരെ കൂടി ഈ ഒരു അവസരങ്ങളിൽ പങ്കെടുപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടുത്തരവാദിത്തമായി കണ്ട് വരുന്ന കലോത്സവങ്ങളിലെങ്കിലും ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി സഹായിക്കാൻ കഴിയുന്നവർ മുന്നോട്ട് വന്ന് അവരെ കൂടി ഒരു അവസരം നൽകണമെന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം.